നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പൊ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഫെറാറോ റൂഷറും അതുപോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റും പിന്നെ ഒരു റഫെല്ലോ കേക്ക്. റഫെല്ലോ കേക്ക് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ബാക്കിയുള്ള ട്രൈ ചെയ്യരുത് എന്നല്ല. അപ്പൊ റഫെല്ലോ കേക്കിന്റെ ഒക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നൊരു 3 ഡെക്കറേഷൻസ് കാണാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കാലത്ത് 3 കേക്കും ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈകുന്നേരം ഇതുപോലെ ഫ്രോസ്റ്റൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. പിന്നെ രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളെല്ലാ പണികളും ചെയ്തതിൻ്റെ ശേഷം ബാക്കി ഡെക്കറേഷൻ്റെ പണികൾക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഫെറാറോ റോഷറിൻ്റെ കേക്കിന് ഗണാഷ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ നല്ല സെറ്റായിട്ട് അറിയാമല്ലോ, ഞാൻ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അതുപോലെ ഗണാഷ് റെസിപ്പി കുറേ ആൾക്കാർ അറിയാത്തവരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇടാത്തത് ഞാൻ ഫസ്റ്റൊക്കെ വീഡിയോയിൽ കാണിച്ചതാണ്. വീണ്ടും എന്തിനാണ് കാണിക്കണമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതുപോലെ നമ്മളെ ബ്യൂട്ടി ലൈഫ് വിത്ത് സബീന എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഹസ്ബി ഗണാഷ് എന്ന് പറയുന്നത്, എന്താണ് സംഭവം, അതിൻ്റെ റെസിപ്പി ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടത് കാരണം കേട്ടോ. ഇപ്പോഴും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. സത്യത്തിൽ ഈ ഒരു ഫെറാറോൻ്റെ കേക്കിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി കാണിക്കുമ്പം ഒരുപാട് ലെങ്ത് ആവില്ല വീഡിയോ. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് നമ്മളെ സ്പൈഡർമാൻ കേക്ക് ഞാൻ ക്രെം കോട്ട് ചെയ്തിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അതുപോലെ ഇത് രണ്ടും കാലത്ത് കൊടുക്കാനുള്ളതും ഇനിയൊരു നമ്മളെ ഇതുണ്ടല്ലോ ഗുലാബി നൈറ്റ്, അതിൻ്റെ ഒരു കേക്ക് ഉണ്ട്. അത് ഞാൻ വൈകിട്ടൊക്കെ ആയതുകൊണ്ട് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാൻ കാലത്ത് ചെയ്യാൻ കരുതി. ഇപ്പോൾ ഞാൻ സ്പൈഡർമാൻ്റെ കേക്ക് നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ മാജിക്കിൻ്റെ ബ്ലാക്ക് കളർ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നത് വേറെയാണ്. ഞാൻ ആ ഒരു മീശ കേക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഷുഗറിലാണ് ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇട്ടിച്ചപ്പോൾ ഒരു ഹാഷ് കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളൂ. വീണ്ടും ഞാൻ കുറച്ചും കൂടി 2 ഡ്രോപ്പ് ഇട്ടിച്ചു, വീണ്ടും ഇട്ടിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിന് ഏകദേശം ഒരു ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കളറ് ബ്ലാക്ക് ആൻഡ് ഹാഷ് ആയിരുന്നു. അപ്പം ആ 2 കളറും കൂടി മിക്സ് ആയിട്ട് വരുന്ന രീതിയിൽ ചെയ്യാമെന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, ഇനിയും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളർ ചേർക്കണ്ടെന്നുള്ള നിലയിൽ ഞാൻ ഹാഷ് കേക്കിൽ കാക്കാം, ബ്ലാക്ക് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് കൊടുക്കാമെന്നും കരുതി. അപ്പോൾ അതാ നമ്മളെ പൈപ്പിംഗ് കവറിലാക്കിയിട്ട് നമ്മൾ കേക്കിന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ രാത്രിയിൽ ഒറ്റയ്ക്ക് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മക്കളൊക്കെ വന്നിട്ട് ഓരോ കാര്യത്തിനും അതെടുത്ത് കൊടുക്കാനും ഇതെടുത്ത് കൊടുക്കാനും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ വേഗം കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം കേക്കിൽമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും. മറ്റേത് അതിനിടയ്ക്ക് വന്നിട്ട് അതെടുത്തരുമോ ഇതെടുത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇത്തരം ഡെക്കറേഷൻ പണികളൊക്കെ രാത്രിയിലാണ് ചെയ്യൽ. ഒരുവിധം ബേക്കേഴ്സൊക്കെ എനിക്ക് തോന്നുന്നത് നട്ടപ്പാതിരാക്ക് തന്നെ ആയിരിക്കും ചെയ്യൽ. ഞാൻ രാത്രി 12 മണി 1 മണി 2 മണിയൊക്കെ കാണാറുണ്ട് കേട്ടോ, ഇങ്ങനെ ഈ കേക്കിൻ്റെ പണിയിൽ നിന്നിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ക്ലീനാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ക്രീം ചെയ്തിട്ട് ഇപ്പോൾ ഹോളായിട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ വീണ്ടും നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീണ്ടും ഐസിങ് പാലറ്റ് നൈഫ് വെച്ചിട്ട് തിരിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അവിടെ പിന്നെ ഹോളായിട്ട് പോവുള്ളൂ. അപ്പോൾ ഇതുപോലെ വീണ്ടും ഇല്ലാത്ത ഭാഗത്തൊക്കെ ക്രീമാക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ നമ്മൾ സൈഡൊക്കെ റെഡിയാക്കി വരുമ്പോഴായിരിക്കും മുകളിൽ വീണ്ടും മുകളിലോട്ട് ക്രീം കയറി വരും. അപ്പോൾ ഒന്ന് മുകളിൽ ഭാഗം ഒന്ന് ക്ലീനാക്കി കൊടുക്കുക, വീണ്ടും നമ്മൾ താഴ്ഭാഗം ക്ലീനാക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പ് എഡ്ജ് വരുത്തുന്നത് കേട്ടോ. അപ്പോൾ അത് എല്ലാ ഭാഗത്തും ക്രീം ആയതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രൈപ്പർ ഉണ്ടെങ്കിൽ, ഇതില്ലെങ്കിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി വൃത്തിക്ക് ഇതുകൊണ്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ മുകൾ ഭാഗത്ത് ഇങ്ങനെ ക്രീം മുകളിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്തേക്ക് വീണ്ടും നമുക്ക് ഒന്നുകൂടി എടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൈഡർമാൻ്റെ കേക്കും ഇങ്ങനെ മാത്രം ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ അത് ഫുൾ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയില്ല ബ്ലാക്ക് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു സെയിം ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് ജസ്റ്റ് പാലറ്റ് നൈഫിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അവിടെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വീണ്ടും ഞാനൊരു സ്പൈഡറിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക്
ഒരുപാട് കളർ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ നമ്മൾ കളർ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്കിനെ വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ബ്ലാക്ക് കിട്ടാനായിട്ട്. അവർ കാണിച്ചതിൽ കൂടുതൽ ബ്ലാക്കും ഒരു ലൈറ്റ് ഹാഷ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ബ്ലാക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ കളർ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിറ്റത്തെ കാലത്താണ് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫെറാറോ റോഷറിൻ്റെ കേക്ക് ഉണ്ടല്ലോ, ഇതിനൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസത്തിൻ്റെ രാത്രിയിലും കേക്കിൻ്റെ പണിയിലായിരിക്കും, രാവിലെ എഴുന്നേറ്റാലും ഫസ്റ്റ് കേക്കിൻ്റെ പണിയായിരിക്കും കേട്ടോ. ഇതേപോലത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളെ ഞാൻ ബാക്കി വെക്കാറുള്ളൂ. അപ്പോൾ അത് ഡെക്കറേഷൻ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പേരെഴുതാനുള്ള എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ വേഗം ഞാൻ ഇതങ്ങ് തീർക്കും. എന്നിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങാറ് കേട്ടോ. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂള് വീട്ടിൽ തന്നെ അല്ലേ, ഓൺലൈൻ ക്ലാസ്സില്ല, അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഫുഡൊന്നും പെട്ടെന്ന് റെഡി ആവണമെന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ജൂൺ 1-ാം തീയതി എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. 1-ാം തീയതി കൊടുത്തിട്ടുള്ള ഡെലിവറി ചെയ്തിട്ടുള്ള 3 കേക്കുകളാണ്. അപ്പോൾ പറഞ്ഞ് പോണ ഇടയിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്ത ബാക്കി ക്രീം വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫെറാറോ ക്യാൻഡി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 വെച്ചിട്ടുണ്ട്. അതന്നെ ഒന്ന് മുറിച്ചിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ആ ലൈൻ ഇട്ട് കൊടുത്തല്ലോ, അവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫെറാറോയുടെ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. ഇതിവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ സൈഡിലൂടെ കുറച്ച് നട്ട്സ്, നമ്മളെ ഹാസൽനട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, അതും കൂടി കഴിഞ്ഞു. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു കേക്ക് റെഡി ആയല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് സ്പൈഡർമാൻ്റെതും രാവിലെ കൊടുക്കാനുള്ളതാണ്, 9 മണിക്ക് തന്നെ കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ ബാക്കി ഡെക്കറേഷനും കൂടി കാണാം. അപ്പോൾ ഇതാ ഒരു സ്പൈഡർമാനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പൈഡർമാനെ ഞാൻ കഴുകിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഷോപ്പിലൊക്കെ ഇരിക്കുമ്പോൾ പൊടിയൊക്കെ പാറിയിട്ടുണ്ടാവുമല്ലോ ഇതിലേക്ക്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കേക്കിലേക്ക് എടുത്ത് വെക്കാം. ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ വീഡിയോയിൽ നോക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പല പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഡെക്കറേഷൻ തീരെ കാണിക്കാൻ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്തെങ്കിലുമൊക്കെ ഫാൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ താഴെ വെച്ചിട്ടുള്ള ഈ ഒരു സ്പൈഡർമാന് എഡിബിൾ അല്ല കേട്ടോ, ഇതൊരു പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. എൻ്റെ മുന്നത്തെ സ്പൈഡർമാൻ്റെ കേക്ക് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഇതൊരു സ്റ്റിക്കിൽ കുത്തിയിട്ട് ഞാൻ മുകൾ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പൈഡർമാനെ. അതാണിപ്പോൾ ഞാൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വരുന്നത് കാരണമാണ് ഞാൻ കൂടുതൽ ബ്ലാക്ക് ആക്കാതിരുന്നത്. പിന്നെ എന്താ പറയുക, കുറച്ച് സ്റ്റാറുകൾ, നമ്മളെ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഗിൽറ്റർ ഫോം ഷീറ്റ്, അതിൽ കുറച്ച് സ്റ്റാറുകളൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ തലേ ദിവസം നമുക്ക് ഒഴിവുള്ള ടൈമിലൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കണം കേട്ടോ. വെറുതെ TV കാണുമ്പോഴോ എപ്പോഴെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിക്കിലാക്കിയിട്ടൊക്കെ റെഡിയാക്കണം. എങ്കിലാണ് നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യാനുള്ള ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഇതൊക്കെ അതിൽ കുത്തി വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ ഡെക്കറേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാൻ, അല്ല ഇതിനെന്തൊരു കുറവുണ്ടല്ലോ, ഞാൻ എന്തൊക്കെ ഒരു സംഭവം മറന്നിട്ടുണ്ടല്ലോ ഇതിൽ വെച്ച് കൊടുക്കാനായിട്ടെന്നുള്ളത്. ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് കുട്ടിയുടെ 11 ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ നമ്പറാണ് കേട്ടോ, 11 ആണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ സംഭവം മനസ്സിലായത്. ഇതിങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കണം മുകൾ ഭാഗം. അപ്പോൾ ആളാണ് നോക്കിയപ്പോൾ ഞാൻ ഇതിലൊരു സ്പൈഡർ വെക്കാൻ വേണ്ടിയിട്ട്, സ്പൈഡർ എന്നാണ് പറയുന്നത്, വെബ് ഉണ്ടല്ലോ, വെബ് ഞാൻ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെബ് വെക്കാൻ ഞാൻ മറന്നുപോയി. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഭയങ്കര ബ്ലാങ്ക് ആണല്ലോ, ഒന്നും കാണാനില്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ഒരു വെബ് വെക്കാൻ ഞാൻ മറന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ സ്പൈഡറിനായി വന്നെടുത്തു. എന്നിട്ട് ഇപ്പുറം വെച്ച് ഫിക്സാക്കി, അപ്പുറം കൊണ്ടുപോയി വെബ് വെച്ചു. ആകെ കൺഫ്യൂഷനായി. അപ്പോൾ അത് ഞാൻ പിന്നെ ഓണാക്കിയില്ല, ക്യാമറ ഓണാക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ക്രീം കേട്ടോ, നമ്മളെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം കുറച്ച് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ നോസിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു വെബ് വേറെ ഒന്ന് നമ്മളെ ആ ഇരിക്കുന്ന സ്പൈഡറിൻ്റെ കയ്യിലൊക്കെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ, എന്താ പറയുക, വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഞാൻ 7 ഇഞ്ചിൻ്റെ 2 പാനലായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ കാലത്ത് നമ്മൾ പണിയുടെ തിരക്കിൽ തന്നെ ഞാൻ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗനാഷ് ഒഴിക്കാനും കൂടെ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള കളർ ഞാൻ പറയാം കേട്ടോ, മാജിക് റെഡും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ഉണ്ടല്ലോ, അത് രണ്ടും കൂടി മിക്സ് ആക്കിയപ്പോഴാണ് ഈ ഒരു തരത്തിലുള്ള റെഡ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാജിക് റെഡ് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മാജിക് റെഡിൻ്റെ കൂടെ ബ്ലൂ ഒരു ഇത്തിരി എന്താ പറയുക 2 ഡ്രോപ്സ് ഒന്നല്ല, എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അധികമായി പോയപ്പോഴാണ് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുകയാണ് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിൽ ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി എടുത്തിട്ട് മെൽറ്റ് ചെയ്താൽ മതി. എൻ്റെ ഇത് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ ഇതാ ഈ ഒരു ഡെക്കറേഷന് എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ 2 ഫ്ലവർ വെക്കാനും കൂടെ അവർ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ വെക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ കാണുന്ന ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ അവിടെ ഞാൻ കുറച്ച് ഒന്ന് ക്ലീൻ ആക്കി ബോർഡ് എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കുറച്ച് ഗോൾഡൻ ബോൾസ് ആണ് കേട്ടോ, വെർമിസെല്ലി പോലത്തെ ബോൾസും എന്താ പറയുക ഒരു റൗണ്ട് ബോൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ജസ്റ്റ്. അപ്പോൾ ഞാൻ കാണുന്ന ഭാഗത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 2 ഫ്ലവറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എഡിബിൾ ഫ്ലവർ അല്ല, ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. 2 റോസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞിട്ടില്ല, അത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ ചെയ്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി. അങ്ങനത്തെ 2 ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് കളറൊക്കെ മാറ്റേണ്ടവർക്ക് മാറ്റാം. അപ്പം ഇതിന് കുറച്ചും കൂടി ലുക്ക് വരും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഫോണ്ടൻറ്റ് കട്ടർ വെച്ചിട്ട് ഒരു ഇതും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്കും കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നും പറയുന്നത് പോലെ തന്നെ. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വരാൻ പറ്റും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ. കൂടാതെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ ഫസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.